കണ്ടില്ലേ, നല്ല വായിൽ കപ്പലോടുന്ന തരത്തിൽ നല്ല നാടൻ പോത്തിൻ്റെ കരൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 1/2 കിലോ പീസാണ് എടുത്തിരിക്കുന്നത് കരൾ. അതിനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ ഒരു 3-4 വെള്ളം കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. എന്ന് വെച്ചാൽ അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് ചറപ്പറേന്ന് കടുവ് അങ്ങനെ പൊട്ടിത്തീരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായി പൊടിയായി അരിഞ്ഞ് നീളത്തിന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആ കടുക് പൊട്ടിക്കഴിഞ്ഞ എണ്ണയിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നാടൻ കറിവേപ്പില കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 സവാള, ഒരു മീഡിയം സൈസ് സവാളയുണ്ട്. അതിനെ നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സവാള കൂടി നമ്മൾ ചേർക്കുന്നു. കൊച്ചുള്ളിയാണെങ്കിൽ വളരെ ബെസ്റ്റായിരിക്കും. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാളയാണ്. അപ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടി നമുക്ക് ഈ കരൾ റോസ്റ്റിന് ആവശ്യമായ ഉപ്പ് കൂടി ഇപ്പോഴേ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ആ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി അതും ഒന്ന് ഒരു മഞ്ഞൾ കളറൊക്കെ നല്ല സവാളയിലൊക്കെ നല്ലതുപോലെ കളറൊക്കെ പിടിച്ച് ഈ ഒരു പരുവത്തിലേക്ക് വരും. ഇതിലേക്ക് നമുക്ക് ഒരു മുളക് പൊടി ആണ് ചേർക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ആ മുളക് പൊടി അതുപോലെ തന്നെ അതിന് ഒരല്പം അളവിൽ കുറച്ചിട്ട് അനുപാതത്തിൽ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പൊടിയെല്ലാം ഒന്ന് ചൂടായി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അതുവരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് ഇത് അടിയിലൊന്നും പിടിക്കത്തില്ല, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ ചേർത്ത പൊടികളെല്ലാം എണ്ണയിൽ നല്ലതുപോലെ മൂത്ത് റെഡിയായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കാണ് നമ്മൾ കരൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തി വെച്ചിരിക്കുന്ന കരളാണ്. ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്, ഒരുപാട് ഓവർ സൈസല്ല. അപ്പോൾ ഈ കരൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നമ്മുടെ തയ്യാറാക്കിയ മസാലക്കൂട്ടുമായിട്ട് ചേർത്ത് നല്ലതുപോലെ എല്ലാ ഭാഗത്തും അത് എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ നമുക്ക് ഇളക്കി റെഡിയാക്കി കൊടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കരളിൽ നിന്ന് ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം കൊണ്ട് നമുക്ക് മതിയാകില്ല, വെന്ത് കിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരല്പം വെള്ളം കൂടി ചേർക്കാം. വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് ചൂടുവെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും. ആ വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം എല്ലാ ഭാഗത്തും എത്തും. ഇനി നമുക്ക് ഇതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് നല്ലതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ കരളിൽ ഉണ്ടായിരുന്ന വെള്ളം കൂടെ ഇറങ്ങി നമ്മൾ ചേർത്ത വെള്ളം കൂടെ മതിയായി. ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ തന്നെ ആ മസാല എല്ലാം നല്ല പോലെ എല്ലാ ഭാഗത്തും പിടിച്ച് റെഡിയായി വെന്ത് വരികയാണ്. അങ്ങനെ നമുക്കൊരല്പസമയം കൂടെ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിനെ റോസ്റ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ അവസാനമാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. കുരുമുളക് പൊടിയൊക്കെ അവരൊരു ഇഷ്ടത്തിന് ചേർക്കാം. നമുക്ക് കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് ലിവർ റോസ്റ്റിന് ഏറ്റവും നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് 2 സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ചേർത്ത് കറിവേപ്പില, നമ്മുടെ നാടൻ കറിവേപ്പില കൈവശമുള്ളത് കൊണ്ട് ആവശ്യം പോലെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, ദോഷം വരില്ല. ആ കറിവേപ്പിലയും ചേർത്ത് നമ്മൾ വീണ്ടും ഇതിനെ അങ്ങ് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ മസാല പുരണ്ട പരുവത്തിന് ചെറിയ ഈർപ്പത്തോടു കൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ രാവിലെ നമ്മൾക്ക് കാപ്പി അല്ലെങ്കിൽ അപ്പം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിനോട് ചേർത്ത് കഴിക്കാനായിട്ടാണെങ്കിൽ ഇതുപോലെ നല്ല മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ലിവറായിട്ട് കഴിക്കാം. നമ്മൾ ഇതിനെ റോസ്റ്റ് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടെ നമ്മളിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ
ഓരോ പീസ് ഒന്നിൽ തൊടാത്ത രീതിയിൽ മസാല പിടിച്ച് ഡ്രൈ ആയി വരികയാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഇന്ന് തയ്യാർ ചെയ്ത ലിവർ റോസ്റ്റിൻ്റെ അവസാന രൂപം എന്ന് പറയുന്നതാണ്. ഇനി നമുക്കിത് ഒരു ഇലയിലേക്ക് ഇങ്ങനെ നീക്കി വയ്ക്കാം. കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയാവുന്നവർ കാണും, ഇതുപോലെ ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ അറിയാത്തവരുടെ അറിവിലേക്കായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കഴിക്കാം, മുതിർന്നവർക്കും കഴിക്കാം. ഇപ്പോൾ നമ്മൾ ഇന്നതിനോടൊപ്പം കഴിക്കാനായിട്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. വെറുതെ കഴിയുമ്പോൾ കുറച്ച് സവാളയും കൂടെ സ്ലൈസ് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. ലിവർ റോസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ.